മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 22/10/2017 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. വിശാഖമാണ് നക്ഷത്രം. വിശാഖം 4-ാം പാദം. വൃശ്ചിക ലഗ്നം. ലഗ്നത്തിൽ ചന്ദ്രൻ, ശനി 2-0-3 കേതു, 4-0-5 ഗുളികൻ, 6-7-8 ഭാവങ്ങൾ ശൂന്യം, 9 രാഹു, 10-0-11 ശുക്രൻ, കുജൻ, 12 സൂര്യൻ, ബുധൻ, വ്യാഴം. 2017 കൊച്ചുകുട്ടിയാണ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം, പ്രബല ഗ്രഹങ്ങൾ എല്ലാം തന്നെ രാഹുവിനും കേതുവിനും ഉള്ളിലായി നിൽക്കുന്നു. ഗുളികൻ മാത്രം പുറത്തു നിൽക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണത്. അതായത് പ്രബല ഗ്രഹങ്ങൾ എന്ന് വച്ചാൽ ചന്ദ്രൻ, ശനി, സൂര്യൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, കുജൻ. ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ രാഹുവിനും കേതുവിനും ഉള്ളിലായി നിന്നു കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധാരണയിൽ കൂടുതൽ കാലതാമസം, സ്ട്രഗിൾസ്, നല്ലവണ്ണം മുഷിഞ്ഞ ശേഷം ഉദ്ദേശിച്ച കാര്യം നടത്തുക അല്ലെങ്കിൽ നടക്കുക, ഈ ഒരവസ്ഥ ഇത്തരക്കാർക്ക് പൊതുവെ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അതിൽ തന്നെ ചന്ദ്രൻ ഇവിടെ നീചനാണ്. ചന്ദ്രൻ വൃശ്ചികത്തിൽ നീചനാണ്. അതിനോടൊത്ത് ശനി, മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ചന്ദ്രനോടൊത്ത് ശനി, ഗുളികൻ, അതല്ല എങ്കിൽ രാഹു, കേതു. ഇത്രയും അവസ്ഥകൾ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് ഒപ്പം നിന്നാലോ ദൃഷ്ടിയിലേക്ക് വന്നാലോ മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു അസ്വസ്ഥത തുടർച്ചയായോ ഇടവിട്ടോ അല്ലാതെയോ ഇടയ്ക്കിടെയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അതല്ല എങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ ചിന്തിച്ച് കാട് കയറുന്ന അവസ്ഥ, നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ചിന്തകൾ, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും നിരവധി ദിവസങ്ങൾ മനസ്സ് പുണ്ണാക്കുന്ന ഒരവസ്ഥ ഇത്തരക്കാർക്ക് പൊതുവെ വളരെ സഹജമാണ്. പ്രത്യേകിച്ചും ലഗ്നാൽ 5 മനസ്സിൻ്റെ സ്ഥാനത്ത് ഗുളികൻ, അവിടേക്ക് രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സിനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകാം. ഇത് മനസ്സിൽ അങ്ങനെ തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവാം. ഇത്തരക്കാർക്ക് പൊതുവെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവം മനസ്സിലേക്ക് വന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും തിരിച്ചിറങ്ങി പോകില്ല. അതവിടെ തന്നെ അങ്ങനെ നിൽക്കും. അതുമാത്രമല്ല, കാലങ്ങൾ കഴിഞ്ഞാലും അവരാ അനുഭവം കൃത്യമായി ഓർത്ത് വച്ചിരിക്കുകയും ചെയ്യും. അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനർത്ഥം എന്താണോ ഓർത്ത് വയ്ക്കേണ്ടത്, പോസിറ്റീവായിട്ടുള്ള എന്ത് കാര്യമാണോ ഓർത്ത് വയ്ക്കേണ്ടത്, അതിനെ വിസ്മരിക്കുകയും നെഗറ്റീവായിട്ടുള്ള ആ കാര്യത്തെ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുകയും ചെയ്യും എന്നൊരു അർത്ഥം കൂടെ അതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 4-ാം ഭാവാധിപൻ ശനി കുജൻ്റെ ക്ഷേത്രത്തിൽ ലഗ്നത്തിൽ നീചനായ ചന്ദ്രനോടൊത്തു നിൽക്കുന്നു. ഇദ്ദേഹത്തിന് മാതാവുമായിട്ട് അത്ര നല്ല ബന്ധം ആയിരിക്കില്ല ഉണ്ടാവുക. വളരെ സ്മൂത്തായ, സോഫ്റ്റായ, ലളിതമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കില്ല ഉണ്ടാവുക. അല്പം കടുപ്പ സ്വഭാവമുള്ള രീതികൾ, അതല്ല എങ്കിൽ ചേർച്ചയില്ലായ്മ, അതല്ല എങ്കിൽ വാക്ക് തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള, മാതാവുമായി ബന്ധപ്പെട്ടിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നിലവിൽ അതങ്ങനെ ഉണ്ട് താനും. ഈ പ്രായത്തിൽ പോലും അത് ഉണ്ട് താനും. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 9 ഭാഗ്യസ്ഥാനം, പിതാവിൻ്റെ സ്ഥാനം. 9-ൽ ഛായാഗ്രഹമായ രാഹു. 9-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നീചൻ ശനിയോടൊത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ പിതാവിൻ്റെ കാരകഗ്രഹം സൂര്യൻ 12-ൽ വ്യയസ്ഥാനത്ത് അഥവാ നഷ്ടസ്ഥാനത്ത് നീചനായി നിൽക്കുന്നു. അതുപോലെ തന്നെ സൂര്യൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ നീചനായി നിൽക്കുന്നു 11-ൽ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പിതാവുമായി ഏതെങ്കിലും രീതിയിൽ അകൽച്ച, അതല്ല എങ്കിൽ പിതാവിൻ്റെ സാമീപ്യം, അകലുക, അതല്ല എങ്കിൽ ഇല്ലാതാവുക.
എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കുട്ടിയുടെ അനുഭവവും അങ്ങനെ തന്നെയാണ്, ഇല്ലാതാവുക തന്നെയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ ഗ്രഹനിലയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിതാവ്, അതായത് 9ാം ഭാവാധിപൻ, 9ൽ നിൽക്കുന്ന രാഹു, 9ാം ഭാവാധിപൻ, അതിനോടൊത്ത് നിൽക്കുന്ന ശക്തനായ ശനി, സൂര്യൻ്റെ 12ലെ അവസ്ഥ നീചൻ, സൂര്യൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ അതും നീചൻ എന്ന് പറയുമ്പോൾ പിതാവുമായി ബന്ധപ്പെട്ടിട്ട് ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ സാമീപ്യം, ലാളന ഇതൊന്നും തന്നെ അധിക നാൾ നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചു. പിതാവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഗ്രഹനിലയിൽ, ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഗ്രഹനിലയിൽ വളരെ വളരെ അങ്ങേയറ്റം മോശം തന്നെയാണ്. അതങ്ങനെ തന്നെ നിർഭാഗ്യവശാൽ സംഭവിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ശനിദശ നടക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞതിനെ പോലും നേരത്തെ പറഞ്ഞ ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്ന എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അനുഭവങ്ങൾ, അപ്പോൾ പിതാവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം പോലും ആ കുട്ടിയുടെ മനസ്സിൽ എന്നേക്കും നിലനിൽക്കും, ഏത് കാലത്തായാലും. ഇതും ഈ ഗ്രഹനിലയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ ലഗ്നാൽ 7 വിവാഹസ്ഥാനം, 7ാം ഭാവാധിപൻ നീചസ്ഥൻ കുജനോടൊത്തു നിൽക്കുന്നു. വിവാഹം ഒക്കെ കഴിപ്പിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജാഗ്രതയോടെയും തന്നെ വേണം നടത്താനായിട്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നീചമായിട്ടുള്ള ഫലങ്ങൾ, അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും 3, 7, 10 എന്ന് വച്ചാൽ 1, 2, 3 കേതു നിൽക്കുന്നിടത്തേക്ക് 4, 5, 6, 7 വിവാഹ സ്ഥാനത്തേക്ക് 8, 9, 10 തൊഴിൽ സ്ഥാനത്തേക്ക്. തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനാകട്ടെ സൂര്യൻ നീചസ്ഥനുമാണ്, 12ൽ നിൽക്കുന്നു. അപ്പോൾ അല്പസ്വല്പം നല്ല രീതിയിൽ അലഞ്ഞോ ബുദ്ധിമുട്ടിയോ തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾക്കൊടുവിലോ ആയിരിക്കും ഈ വ്യക്തിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു തൊഴിൽ ഭാഗ്യമുണ്ടാവുക. അവിടെ തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അദ്ദേഹത്തിന് രസിക്കാത്ത, ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ ആരെങ്കിലുമൊക്കെ വഴി ഉണ്ടാകാനുള്ള സാധ്യത, അതല്ലെങ്കിൽ ചെറിയ വാക്ക് തർക്കങ്ങൾ, അല്ലെങ്കിൽ ശത്രുത പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 10ലേക്ക് വരുന്നത് ശത്രുവിൻ്റെ ദൃഷ്ടിയാണ് ശനി. 10ാം ഭാവാധിപൻ നീചസ്ഥനുമാണ്. ഈ 2 കാരണങ്ങൾ വളരെ ശക്തമാണ്. അതുപോലെ തന്നെയാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് 7ാം ഭാവാധിപൻ 11ൽ നീചസ്ഥനായി നിൽക്കുന്നു കുജനോടൊത്ത്. 7ലേക്ക് ലഗ്നത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാരണത്താൽ വിവാഹം ഒരല്പം വൈകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വൈകിയാൽ തന്നെ ശരിയായ പാർട്ട്ണറിലേക്കാണ് എത്തുന്നതെങ്കിൽ ഭാഗ്യം, വളരെ നല്ലത്. അതല്ല, ഇത്തരക്കാർ പൊതുവേ ചില ആളുകൾ നേരത്തെ കൂട്ടി വിവാഹ സാഹചര്യങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരക്കാരാണ് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ തല്ലിപ്പിരിയാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു തയ്യാറെടുപ്പോടു കൂടി തനിക്ക് ചേരുന്ന ആൾ തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് ഉറപ്പാക്കിയ ശേഷം ജാതകവും നാളും പൊരുത്തവും മറ്റു കാര്യങ്ങളുമെല്ലാം നോക്കി ഉറപ്പാക്കി വിവാഹം പോലെയുള്ള പ്രക്രിയയിലേക്ക് പോകുന്നതാണ് ഇത്തരക്കാർക്ക് ഏറ്റവും ഉത്തമം. അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നേരത്തെ കൂട്ടി തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ അത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വിളിച്ച ആളോട് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്തു പോകുന്ന മുറയ്ക്ക് ഇതിൻ്റെ കാഠിന്യം ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതുവഴി ഗുണാനുഭവങ്ങൾ, ഗുണഫലങ്ങൾ വ്യക്തിക്ക് ജീവിതാവശ്യങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ലഭിക്കാനും കാരണമാകും. ഈ ഗ്രഹനിലയിലൊക്കെ എത്ര പരിഹാരം ചെയ്താൽ തന്നെയും ഒരു 60-65% ഗുണങ്ങൾ
പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അത്രയേ പ്രതീക്ഷിക്കാവൂ. ചില ആളുകൾക്കൊക്കെ കൃത്യമായ പരിഹാരങ്ങൾ ആ ചിട്ടയോടുകൂടി ക്രമത്തിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു 75-80-85% വരെ ഫലങ്ങൾ പോസിറ്റീവ് ആകുമെങ്കിൽ ഇത്തരക്കാർക്ക്, പ്രത്യേകിച്ചും ഈ പ്രബല ഗ്രഹങ്ങളെല്ലാം തന്നെ രാഹു കേതു വിഴുങ്ങിയ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇരട്ടി അധ്വാനം ചെയ്യേണ്ടതായി വരും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ, ഈ കുഞ്ഞിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ വ്യാഴദശയിലായിരുന്നു ജനനം. വിശാഖമാണ് നക്ഷത്രം. 2019 വരെ വ്യാഴദശ, അതിനുശേഷം ശനിദശ 2038 വരെ, അതിനുശേഷം ബുധൻ 2055 വരെ, അതിനുശേഷം 7 കൊല്ലം കേതു 2062 വരെ, ശേഷം ശുക്രൻ 2082 വരെ, ശേഷം സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശനിയിൽ കേതു 21/6/2025 തൊട്ട് 31/7/2026 വരെ ശനിദശയിൽ കേതുവിൻ്റെ അപഹാരം, ലഗ്നത്തിൽ കുജൻ്റെ ക്ഷേത്രത്തിൽ ചന്ദ്രനോടൊത്ത് നിൽക്കുന്ന ശനി. അതുപോലെ തന്നെ 3-ൽ നിൽക്കുന്ന കേതു, രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ദൃഷ്ടിയിൽ, അതുപോലെ തന്നെ ശനിയുടെയും ദൃഷ്ടിയിൽ എന്തെങ്കിലുമൊക്കെ അനുസരണക്കേടുകൾ കാണിക്കുകയോ അമ്മയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ, വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവുകയോ പഠിക്കാൻ മടി പോലെയുള്ള കാര്യങ്ങളൊക്കെ അധികരിച്ചു നിൽക്കുന്ന ഒരു സമയം എന്നും ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് തന്നെ വേണം ഇത്തരം വ്യക്തികൾ ഇത്തരം സമയങ്ങളെ നേരിടാനായിട്ട്. അതൊരു ശക്തി തന്നെയാണ്, അതൊരു പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം തീർച്ചയായിട്ടും ലഭിക്കും. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.